ജയന്തി, ഞാനാ മോഹൻ. ഒരു റോളുണ്ട്, നീ വാതിൽ തുറക്ക്. കുഞ്ഞിന് നല്ല സുഖമില്ല സാറല്ലെങ്കിലും ഈ സമയത്തിനി ഞാനില്ല. വാതിലിൽ തട്ടിയിട്ട് പുറത്തുനിന്നുള്ള ശബ്ദത്തിന് മറുപടിയായി ജയന്തി പറഞ്ഞു. ജയന്തി, ഇതിവിടെ അടുത്താണ്, പെട്ടെന്ന് തന്നെ പോരുകയും ചെയ്യാം. ഈ നേരത്തെ ഞാനിനി ആരെ തപ്പാനാ? നീ വാ. നീ എത്ര നാളായി ജോലിക്ക് പോയിട്ട്? ഇന്നലെ നീ എന്നോട് എന്തെങ്കിലും വേഷമുണ്ടോ എന്ന് ചോദിച്ചതല്ലേ? അതുകൊണ്ട് ഈ വേഷത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ മറ്റാരെയും തിരക്കാതെ ഓടിയങ്ങ് പോകുന്നത്. എന്തായാലും ഞാനില്ല ഈ സമയത്ത്. കുഞ്ഞിന് പനിയാ സാറേ. ജയന്തി വാതിൽ അല്പം തുറന്ന് മോഹനെ നോക്കി ചിരിച്ചു. മോഹൻ അവളെ നോക്കി. ഇലകുറഞ്ഞ നിറം മങ്ങിയ പഴയൊരു കോട്ടൺ സാരിയും ഒറ്റമുറിയിൽ ഫാനില്ലാത്ത കനത്ത ചൂടിൽ വിയർത്തൊലിക്കുന്ന മുഖവും അവളുടെ ദൈന്യതയെയും കഷ്ടപ്പാടിനെയും വിളിച്ചറിയിക്കുന്നതായിരുന്നു. അന്ന് ആദ്യമായി കണ്ടപ്പോഴുള്ള അവളുടെ സ്ഥായിയായ പ്രസന്നഭാവം എന്നാലും ആ മുഖത്തുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർ ജയേഷ് വർമ്മയുടെ വേലക്കാരിയുടെ റോളാ. അരമണിക്കൂറിനുള്ളിൽ തീരും. അയാൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നതും പിന്നെ ആഹാരം വിളമ്പുന്നതും. അതിലൊരു ഡയലോഗും ഉണ്ട്. ഡാൻസിലും മറ്റും മുഖം കാണിക്കുന്ന അല്ലാതെ ഡയലോഗുള്ള ഒരു റോള് പോലും ഇത്രയും നാളിനിടെ കിട്ടിയിട്ടില്ലല്ലോ. എൻ്റെ കുഞ്ഞിന് പനിയാ സാറേ. അകത്ത് കരയുന്ന കുഞ്ഞിനെ നോക്കി ജയന്തി വീണ്ടും പറഞ്ഞു. നീ വരാൻ പറ്റുമോ നോക്ക്. മോഹൻ അവസാനം എന്നോണം പറഞ്ഞിട്ട് തിരിഞ്ഞു. ആരാടാ അവിടെ? കോണിപ്പുറത്തു നിന്നും മുഴങ്ങുന്ന ശബ്ദം. ഇരുട്ടിൽ കത്തുന്ന ബീഡിയുടെ കനൽ മാത്രം. മോഹന മാർക്കോസെ. ജയന്തിക്കൊരു വേഷമില്ലാതിരിക്കുന്ന അനേകരിൽ ഒരുവനായ പഴയ വില്ലനെ മുഴക്കമുള്ള ശബ്ദത്തിൽ തന്നെ മോഹന് മനസ്സിലായി. ഈ രാത്രി കാണോടാ വേഷം? നിന്നെ ഒന്നും ഈ നേരത്തെ ഇവിടെ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? മാർക്കോസ് കോണിപ്പടികൾ ഇറങ്ങുന്ന ശബ്ദം അവിടെ മുഴങ്ങി. മാർക്കോസ് അണ്ണ, മോഹൻ സാറിന് എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാ. ജയന്തി ഇരുട്ടിൽ തെളിയുന്ന ബീഡിക്കന്നലിലേക്ക് നോക്കി പറഞ്ഞു. ശരി ശരി, നീ പോകുന്നുണ്ടേ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. എല്ലാരെയും ഒരു കണ്ണാൽ കാണരുതെന്ന് ആ കാർക്കോടകന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേര്. ചുമ്മാതല്ല, കഴിവുണ്ടായിട്ടും ഇങ്ങനെ തെണ്ടി നടക്കുന്നേ. താഴേൻ്റെ അടുത്ത് അല്പം താണു കൊടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല വില്ലനായിരുന്നു, നല്ല അഭിനയവും. കയ്യിലിരിപ്പ് കൊണ്ടാരും വിളിക്കുന്നില്ല. മോഹൻ ജയന്തിയുടെ ചെവിയിൽ പറഞ്ഞിട്ട് തിരിഞ്ഞു. സാറേ, എവിടാ ഞാൻ വരേണ്ടത്? നീ വരുന്നുണ്ടേ അരമണിക്കൂറിനകം ഞാൻ വണ്ടി വിട്ടേക്കാം. മോഹൻ തിരിഞ്ഞു നിന്നു. പൊള്ളുന്ന പനിയുണ്ടല്ലോടി, നീ ആശുപത്രിയിൽ കാണിച്ചില്ലേ? കുഞ്ഞിനെ മാർക്കോസിന്റെ മുറിയിൽ ബെഡിൽ കിടത്തുമ്പോഴേക്കും കരഞ്ഞു തളർന്നുടങ്ങി അവൻ ഞെട്ടി എഴുന്നേറ്റിരുന്നു. തന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുന്ന വസൂരിക്കുത്തുള്ള ചുവന്ന കണ്ണുള്ള മാർക്കോസിന്റെ മുഖത്തേക്ക് നോക്കിയ 4 വയസ്സുകാരൻ വീണ്ടും അലറിക്കരഞ്ഞു. അവൻ അണ്ണനെ കാണുന്നതേ പേടിയാ. ജയന്തി കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വില്ലനല്ലേടി ഞാൻ. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഒരേപോലെ പേടിക്കുന്ന വില്ലൻ. പെണ്ണുങ്ങളെ കാണുമ്പോൾ തുണി അടിക്കും, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കണ്ണുകുത്തി പൊട്ടിക്കും. മാർക്കോസ് പൊട്ടിച്ചിരിച്ചു. കുഞ്ഞത് കേട്ട് വീണ്ടും ശക്തിയിൽ കരയാൻ തുടങ്ങി. അണ്ണൻ്റെ ഈ ചിരിയൊന്ന് നിർത്ത്. കുഞ്ഞുറങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ. ആണ്ടെ, വണ്ടിയും വന്നെന്ന് തോന്നുന്നു. പുറത്തെ ഹോണടി ശബ്ദം കേട്ട് ജയന്തി ജനാലയിലൂടെ എത്തി നോക്കി. ജയന്തി, നീ ഈ നേരത്ത് പോകുന്നതല്ലല്ലോ. കുഞ്ഞൽപ്പം ശാന്തമായി കണ്ണുകൾ അടച്ചപ്പോൾ അവനെ മെല്ലെ തട്ടിക്കൊണ്ട് ചെരിഞ്ഞു കിടന്ന് മാർക്കോസ് അവളെ നോക്കി. ഇത് സൂപ്പർ സ്റ്റാർ ജയേഷ് വർമ്മയുടെ വേലക്കാരിയുടെ റോളല്ലേ? പോരാത്തതിന് ഡയലോഗും ഉണ്ട്. ജയന്തിയുടെ മുഖത്ത് പരിഹാസവും പുച്ഛവും ഇടകലർന്നിരുന്നു. ജയേഷ് ആയതുകൊണ്ട് നിനക്ക് പേടിക്കാതെ പോവാം. അയാളൊന്നും ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ സൈഡ് റോള് കഴിഞ്ഞ് വേറെ റോള് ചെയ്യേണ്ടി വന്നേനെ ഈ സമയത്ത്. ജയന്തി അതിന് മറുപടി പറഞ്ഞില്ല. നഗരത്തിലെ ഒഴിഞ്ഞ സ്ഥലത്തുള്ള പഴയ പ്രതാപത്തിന്റെ ആഠ്യത്വം എടുത്തു കാണിക്കുന്ന കെട്ടിടത്തിന്റെ കോണിപ്പടിക്ക് കീഴിലുള്ള ഒറ്റ മുറിയിലായിരുന്നു ജയന്തി താമസിച്ചിരുന്നത്. 4-5 വർഷം മുൻപ് നാടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് കാമുകന്റെ കൂടി സിനിമ എന്ന മായാലോകം സ്വപ്നം കണ്ടെത്തിച്ചേർന്നവൾ. പിന്നെ നടന്നതെല്ലാം സ്വപ്നം പോലെയായിരുന്നു. സ്വപ്നം കണ്ടെഴുന്നേറ്റപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു. ഇന്നവന് 4 വയസ്സ്. നായികയോ സഹനായികയോ ആകുന്നത് സ്വപ്നം കാണാൻ പോലും പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഡാൻസറും സൈഡ് റോളുമായി ഒട്ടനവധി സിനിമകൾ. കാമുകനുമായി ഈ നഗരത്തിലെത്തിയപ്പോൾ ആ കെട്ടിടത്തിന്റെ 1-ാം നിലയിലെ മുറിയിലായിരുന്നു അവൾ ആദ്യം. കിട്ടുന്ന സിനിമകളുടെ എണ്ണവും റോളുകളുടെ പ്രാമുഖ്യവും വെച്ചന്ന് 1-ാം നിലയിൽ കൂടെ ഉണ്ടായിരുന്നവർ 2-ാം നിലയിലേക്കും 3-ാം നിലയിലേക്കും താമസം മാറ്റിയപ്പോൾ ജയന്തി കോണിപ്പടിക്ക് കീഴിലുള്ള ഒറ്റ മുറിയിലേക്ക് മാറി. അതും ലോഡ്ജ് ഉടമയുടെ കാരുണ്യത്തിൽ. മുറികൾ വൃത്തിയാക്കുന്ന ജോലി വാടകയ്ക്ക് പകരമായി ചെയ്യാമെന്ന ഉറപ്പിൽ. അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ മിക്കവരും വീടുകളും കാറുകളും സ്വന്തമാക്കിയപ്പോൾ ജയന്തി സ്വന്തമാക്കിയത് താൻ വിശ്വസിച്ച, തന്നെ കൈപിടിച്ച, ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്ന കാമുകന്റെ കുഞ്ഞായിരുന്നു. അകലെ നിന്നേ ജയന്തി ആ വലിയ കെട്ടിടത്തിന്റെ 7-ാം നിലയിലെ മുറിയിലെ തീവ്രമായ പ്രകാശം കണ്ടിരുന്നു. ക്യാരവാനും മറ്റു വണ്ടികളുമൊക്കെ നിറഞ്ഞിരുന്ന ആ കെട്ടിടത്തിന്റെ സ്റ്റെപ്പുകൾ കയറുമ്പോൾ 2-ാം ദിവസവും അരവയർ മാത്രം നിറഞ്ഞിരുന്ന അവളുടെ മെല്ലിച്ച ശരീരം കിതച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും നായികയാവാൻ തക്കവണ്ണം സൗന്ദര്യമുള്ള അവളുടെ മുഖത്ത് പുഞ്ചിരി കെട്ടിരുന്നില്ല.
ആ, ഇവരെ മേക്കപ്പ് ചെയ്യൂ. ഡയറക്ടർ ജയന്തിയെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു. മേക്കപ്പ് മാന്റെ മുന്നിൽ നിർവികാരതയോടെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ വേഷം തീരുമ്പോൾ കിട്ടുന്ന രൂപയ്ക്ക് മകനെ ഏത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റുമെന്നായിരുന്നു അവളുടെ ചിന്ത. എടോ, താൻ റെഡിയാണോ? ജോമോനെ, നീ ഡയലോഗ് നോക്കിക്കേ. 1-2 ടേക്ക് എടുത്തിട്ട് ജയേഷ് സാറിനെ വിളിച്ചാൽ മതി. അല്ലേ പുള്ളി ഇവിടെ കിടന്ന് ബഹളം വെക്കും. ഡയറക്ടർ നിർദ്ദേശം നൽകിയപ്പോൾ അസിസ്റ്റന്റ് ജയന്തിയെ മാറ്റി നിർത്തി ചെയ്യേണ്ട വേഷത്തെപ്പറ്റി പറയാൻ തുടങ്ങി. ജയേഷ് സാർ വന്ന് കോളിംഗ് ബെൽ അടിക്കും. നിങ്ങൾ വാതിൽ തുറന്നിട്ട് സാറിന്റെ കയ്യിലുള്ള ബാഗും വാങ്ങി തിരിച്ചകത്തേക്ക് നടക്കണം. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കണം. അത്രേ ഉള്ളൂ. ശരി സർ. ജയന്തി തലയാട്ടി. ആ മുറിയിൽ ഒരു ടേക്കിൽ അവൾ തന്റെ റിഹേഴ്സൽ ഭംഗിയായി പൂർത്തിയാക്കി. ഓക്കെ, അത് മതി. ജോമോനെ, സാറിനെ വിളിച്ചോ. നമുക്ക് ഒറ്റ ടേക്കിൽ എടുക്കാം. ജയേഷ് സാറിന്റെ പുറത്തുനിന്നുള്ള എൻട്രി അല്ലല്ലോ. സാറിനോട് പറഞ്ഞേക്കൂ എൻട്രി എങ്ങനെയാണെന്ന്. പിന്നെ ജയേഷ് സാറിന്റെ കൂടെ ആദ്യമായിരിക്കുമല്ലോ. സൂപ്പർ സ്റ്റാറിനെ കണ്ട് വിറച്ചു നിന്നേക്കരുത്, ഡയറക്ടർ പറഞ്ഞപ്പോൾ ജയന്തി ഒന്ന് ചിരിച്ചു. ഓക്കെ, സാറ് പുറത്തുണ്ട്. ജയന്തി ഒന്നുകൂടി നോക്കണോ? നായകൻ പുറത്തു വന്നതറിഞ്ഞപ്പോൾ ഡയറക്ടർ ഒന്നുകൂടി ആവർത്തിച്ചു. വേണ്ട സർ, ജയേഷ് സാർ ഒരു പാവമാണ്, പേടിക്കൊന്നും വേണ്ട. ഡയറക്ടർ ആശ്വാസ വാക്കുകൾ ആവർത്തിക്കുന്നത് കണ്ട് ജയന്തി അയാളെ നോക്കി പുഞ്ചിരിച്ചു. ആക്ഷൻ. അടച്ചിട്ട വാതിൽ തുറക്കാനായി ജയന്തി മുന്നോട്ട് നീങ്ങി. കുറ്റിയെടുത്ത് വാതിൽ തുറന്നതും ജയേഷ് അകത്തേക്ക് കയറിയതും ജയന്തി ഒന്ന് നോക്കിയതും ജയേഷ് വർമ്മയുടെ മുഖം വിളറി. വേച്ചുപോയ അയാളെ ജയന്തി പൊടുന്നനെ താങ്ങി. എന്നിട്ട് ബാഗ് കയ്യിൽ നിന്നും വാങ്ങി അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ജയേഷ് അവളുടെ കൈ തട്ടി തെറിപ്പിച്ചു. കട്ട്. ഡയറക്ടർ കട്ട് പറഞ്ഞ ഉടനെ ജയന്തി നായകന്റെ കൈവിട്ടു മാറി നിന്നു. ഇവര് പറ്റില്ല, ഈ സീനിൽ ഇവർ പറ്റില്ല. ജയേഷ് പറഞ്ഞപ്പോൾ ജയന്തിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. എന്തുപറ്റി ജയേഷ്? സ്വാഭാവികമായ അഭിനയമായിരുന്നല്ലോ അവരുടേത്. ഭാര്യ പിണങ്ങിപ്പോയ വിഷമത്തിൽ മദ്യപിച്ചു വരുന്ന നിങ്ങൾ അവരോട് പറയാതെ തന്നെ വീഴാൻ പോയ നിങ്ങളെ അവർ താങ്ങിയല്ലോ. നന്നായി കിട്ടുകയും ചെയ്തു ആ സീൻ. മോണിറ്ററിൽ നിന്നും കണ്ണുകളെടുത്ത് ഡയറക്ടർ ജയേഷ് വർമ്മയെ നോക്കി. ഇവരെ മാറ്റണം, ഇവര് പറ്റില്ല. ജയേഷ് വർമ്മ ശോഭിതനായി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നാശം പിടിക്കാൻ, ഇവർക്കെന്തേലും കൊടുത്ത് പറഞ്ഞു വിടടോ, ഡയറക്ടർ ദേഷ്യത്തോടെ പറഞ്ഞ് കേട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ജയന്തിയെ നോക്കുമ്പോൾ അവൾ ആ കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് റോഡിലെത്തിയിരുന്നു. കുഞ്ഞിന് പനി കുറയുന്നില്ല ജയന്തി, നീ വരാൻ താമസിച്ചാൽ ഞാൻ ഇവനെയും കൊണ്ട് അങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു. ജയന്തി വരുന്നതും കാത്ത് വാതിൽക്കൽ നിന്ന മാർക്കോസ് അവളെ കണ്ടതേ കുഞ്ഞിനെയും എടുത്ത് പുറത്തിറങ്ങി. നീ വാ, ഹോസ്പിറ്റലിൽ പോവാം. അണ്ണാ, എൻ്റെ കയ്യിൽ. ജയന്തി ദയനീയതയോടെ മാർക്കോസിനെ നോക്കി. അത്യാവശ്യത്തിനുള്ളത് എൻ്റെ അടുത്തുണ്ട്, ബാക്കി നമുക്ക് നാളെ പകൽ നോക്കാം. ജയൻ ഫുൾ നെയിം പറയും. ചിൽഡ്രൻ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ചീട്ട് എഴുതിയ പെണ്ണ് ജയന്തിയെ നോക്കി. അവരുടെ പുറകിലെ ഭിത്തിയിൽ ചൈൽഡ് വെൽഫെയർ ആർട്സിൽ കുഞ്ഞുങ്ങൾക്കൊപ്പം ഡോക്ടറുടെ വേഷത്തിൽ ചിരി തൂകി നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ജയേഷ് വർമ്മയുടെ പല പോസിലുള്ള ഫോട്ടോകളിലേക്ക് പ്രകാശം കെടാത്ത കണ്ണുകളോടൊന്ന് നോക്കിയതല്ലാതെ ജയന്തി ഒന്നും വേണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞതുമില്ല. ഫുൾ നെയിം പറയും. ചീട്ടെഴുതുന്ന പെണ്ണ് ജയന്തിയെ നോക്കി വീണ്ടും ചോദിച്ചു. ജയൻ മർക്കോസ്. പുറകിൽ നിന്ന് കേട്ട പുരുഷ ശബ്ദത്തിനുടമേ അവരും ജയന്തിയും ഒരേപോലെ തിരിഞ്ഞു നോക്കി. നായകനല്ല, വില്ലനാണ്. നിന്റെ അത്രയും സൗന്ദര്യമില്ല, പക്ഷെ നിന്നെ ഉപയോഗിച്ച് സ്ഥാനങ്ങൾ നേടി തെരുവിൽ ഉപേക്ഷിക്കില്ല ഞാൻ. അധ്വാനിക്കാനുള്ള മനസ്സും ആരോഗ്യവും ഉണ്ട് എനിക്ക്. സിനിമയില്ലെങ്കിൽ തന്നെയും നിന്നെ നോക്കാൻ എനിക്ക് പറ്റും. അവൻ എൻ്റെ രക്തത്തിൽ പിറന്നവനല്ലെങ്കിലും എന്നെപ്പോലെ തന്തയില്ലാത്തവനായി വളരേണ്ട. ഒന്നിനും നിർബന്ധിക്കുന്നില്ല ഞാൻ, സമ്മതമാണെങ്കിൽ മാത്രം. ജയന്തി നിറകണ്ണുകളോടെ അയാളെ നോക്കി. സ്ത്രീകൾ പേടിച്ചു വിറയ്ക്കുന്ന വില്ലനെ അല്ല, തൻ്റെ നായകനെ. പതി അവളുടെ കൈ അയാളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു.